നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്ക് മാത്രം എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന്? സമയം ഒന്നിനും തികയുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് നമ്മളിൽ പലരും. സത്യം പറഞ്ഞാൽ സമയം ആർക്കും 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ചിലർക്കത് 25 മണിക്കൂറായി ഉപയോഗിക്കാൻ അറിയാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മടിയെ തോൽപ്പിച്ച് ഒരു ദിവസം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന 5 മാന്ത്രിക ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. പോയിന്റ് 1. ആദ്യത്തെ ടെക്നിക്ക്, ദി 5 മിനിറ്റ് റൂൾ. ഒരു ജോലി ചെയ്യാൻ മടി തോന്നുമ്പോൾ ഉടനെ മനസ്സിൽ പറയുക, ഞാൻ വെറും 5 മിനിറ്റ് മാത്രം ഇത് ചെയ്യും. ചിലപ്പോൾ ആ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആവേശത്തിലാകും. പിന്നെ ജോലി തുടർന്ന് ചെയ്യും. മടി തുടങ്ങുമ്പോൾ തുടങ്ങാൻ മാത്രമുള്ള ഒരു ചെറിയ എനർജി മതി. അതുകൊണ്ട് മടുപ്പുള്ള കാര്യം 5 മിനിറ്റ് ചെയ്തു തുടങ്ങുക. പോയിന്റ് 2. രണ്ടാമത്തേത്, ലോകമെമ്പാടും ആളുകൾ ഉപയോഗിക്കുന്ന പോമോഡോറോ ടെക്നിക്ക്. നമ്മുടെ ശ്രദ്ധ ഒരുപാട് നേരം ഒരിടത്ത് നിൽക്കില്ല. അതുകൊണ്ട് ഈ ടെക്നിക്ക് പറയുന്നത് ഇതാണ്: 25 മിനിറ്റ് ശ്രദ്ധയോടെ ഒരു ജോലി മാത്രം ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 25 മിനിറ്റ് വർക്ക്, 5 മിനിറ്റ് ബ്രേക്ക്. ഇങ്ങനെ 4 തവണ ആവർത്തിക്കുമ്പോൾ ഒരു വലിയ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഈ രീതിയിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിന് വ്യക്തമായ ഇടവേള കിട്ടുകയും ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും മൊബൈൽ നോക്കി ശ്രദ്ധ തെറ്റിക്കുന്ന ആളാണെങ്കിൽ ഈ 25 മിനിറ്റ് ഒരു പോമോഡോറോ ആപ്പ് ഉപയോഗിച്ച് ട്രൈ ചെയ്തു നോക്കൂ. പോയിന്റ് 3. നിങ്ങളുടെ ഏറ്റവും പ്രയാസമുള്ളതോ മടി തോന്നുന്നതോ ആയ ജോലിയാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ജോലി ആദ്യം ചെയ്തു തീർക്കുക. ഏറ്റവും വലിയ ടാസ്ക് രാവിലെ തന്നെ പൂർത്തിയാക്കുമ്പോൾ ബാക്കിയുള്ള ദിവസം എളുപ്പമായി തോന്നും. കാരണം ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്താണ്? അത് ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കാൻ തീരുമാനിക്കൂ. പോയിന്റ് 4. നാലാമത്തെ ടെക്നിക്ക്, ടൈം ബ്ലോക്കിംഗ്. നമ്മളിൽ പലരും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും, പക്ഷേ എപ്പോഴാണത് ചെയ്യേണ്ടതെന്ന് എഴുതില്ല. ടൈം ബ്ലോക്കിംഗ് എന്നാൽ നിങ്ങളുടെ ഓരോ ജോലിക്കും കലണ്ടറിൽ കൃത്യമായ ഒരു സമയം റിസർവ് ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന്, രാവിലെ 9 മണി മുതൽ 10:30 വരെ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതണം എന്ന് എഴുതി വെക്കുക. ഒരു മീറ്റിങ്ങിനെ കാണുന്ന പോലെ നിങ്ങളുടെ ടാസ്കുകളെ കാണുക. ഇത് നിങ്ങളുടെ പ്ലാനിങ്ങിന് ഒരു വ്യക്തത നൽകും. പോയിന്റ് 5. അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രധാന പോയിന്റ്, സ്വയം ഒരു ഡെഡ്ലൈൻ നിശ്ചയിക്കുക. ഒരു ജോലിയും അവസാനിക്കാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെഡ്ലൈൻ ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം. ഏറ്റവും എളുപ്പമുള്ള ജോലിക്ക് പോലും നിങ്ങൾ ഒരു സമയം സെറ്റ് ചെയ്യണം. ഉദാഹരണത്തിന്, ഈ ഇമെയിലിന് മറുപടി 2 മണിക്ക് മുൻപ് അയച്ചിരിക്കണം. ഇങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യം വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ സമയപരിധിക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. ഈ 5 വഴികളും പ്രയോഗിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ ടൈം കില്ലർ എന്താണ്? കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വ്യക്തിത്വ വികസന ടിപ്പുകൾക്കായി അഫിറാസി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ സമയം പാഴാക്കരുത്.